LDFിന്റെ മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ ഇന്ന് തുടങ്ങാനിരിക്കെ ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. UDFിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കുമെന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. UDF സീറ്റ് വിഭജനത്തിൽ ജോസഫ് ഗ്രൂപ്പ് അവഗണന നേരിടുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ രാഷ്ട്രീയ നീക്കം. ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ടയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. LDFിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്നാണ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ പറയട്ടെ. ഏതൊക്കെയാലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് എന്നറിയാം. അപ്പം ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്, അതുതന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ജോസ് കെ മാണിയുടെ ജാഥ തുടങ്ങുന്ന ദിവസം തന്നെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു അദ്ദേഹം എന്നുള്ളതാണ് രാവിലെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്ത് പ്രതിസന്ധിയിലാണ്, അവരെ സംരക്ഷിക്കാൻ തയ്യാറാണ്. അതായത് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്ന്, ഇതൊരു ലയനം എന്നുള്ള നിലയിലല്ല, അവരെ സംരക്ഷിക്കും എന്നുള്ള നിലയിലാണ്. മാത്രമല്ല വേരുകൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പരം മുൻപ് ലയനം ഉണ്ടായ സമയത്തുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പരിധിവരെ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ജോസ് കെ മാണി ഇതിൽ നടത്തുന്നത്. ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ ഉള്ള ശ്രമം നടത്തിയ പാർട്ടിയാണ് ജോസ് കെ മാണി. ഏറ്റവും ഒടുവിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ശബ്ദരേഖ പുറത്തു വന്നതിൽ നിന്ന് റോഷി അഗസ്റ്റിനാണ് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്ന് അടക്കമുള്ളത് പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ ജോസ് കെ മാണിയുടെ ഒരു വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ, ഇടതുമുന്നണിയിലെ വിശ്വാസ്യത, പ്രത്യേകിച്ച് CPM CPI പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിശ്വാസം അവസാനിപ്പിച്ച് അത് വീണ്ടെടുക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഫലത്തിൽ നടക്കുന്നത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ അപ്പുറത്തെ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നു. ഒരു പരിധിവരെ ജോസഫ് ഗ്രൂപ്പ് ഈ നിലപാടിനെ ഇപ്പോൾ അംഗീകരിക്കില്ല. പക്ഷെ അവിടെ ഒരു സീറ്റ് ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആ ചർച്ചകൾ നടക്കുന്ന സമയം തന്നെ ജോസ് കെ മാണി ഇങ്ങനെ പറയുന്നതിലൂടെ ജോസഫ് ഗ്രൂപ്പിന് വലിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അഥവാ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ജോസഫ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ അപ്പുറത്ത് LDF തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള ഒന്നുകൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ജാഥയാണ്. പത്തനംതിട്ട നാളെ മുതൽ 3 ദിവസം കോട്ടയത്താണ്. അങ്ങനെ മധ്യ കേരളത്തിൽ ഈ ജാഥയിൽ പൂർണ്ണ സമയം പങ്കെടുക്കുമെന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇടയ്ക്ക് പാർലമെന്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ജോസ് കെ മാണി ഈ ജാഥയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു പരിധിവരെ ആ പാർട്ടിയുടെ ഒരു പ്രതിസന്ധി കൂടി മറികടക്കാനുള്ള, ഈ ജാഥയിലൂടെ മറികടക്കാനുള്ള ഒരു തന്ത്രമായി വേണം ഈ ഘട്ടത്തിൽ കാണാൻ. എന്തായാലും ജോസഫ് ഗ്രൂപ്പിനെ സ്വീകരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.